എവർക്കും +2 ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. 3 പ്രിൻസിപ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ വർക്ക്, രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ദ തേർഡ് വൺ ഡിസിപ്ലിൻ. ഇനി നമുക്ക് 4ാമത്തെ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിനകത്തേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ശരി, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ 4ാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്. The name of today we are discussing 4th and 5th principle of Fayol. The name of 4th principle is unity of command and the 5th one is unity of direction. അപ്പോൾ ഇത് 4ാമത്തെ പ്രിൻസിപ്പിൾ ആരംഭിക്കാം, യൂണിറ്റി ഓഫ് കമാൻഡ്. According to Fayol, the 14 principles introduced by Henry Fayol, the intention behind the 14th principle is to help manage an organization effectively. And Fayol suggested 14 statements. Whenever a manager performs his job, he can use the 14 statements. If a manager uses 14 principles, he can effectively manage an enterprise. And according to Fayol, it is not at all compulsory to follow all the 14 principles. If needed, they can use 1 or 2 principles. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി 4ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ പ്രിൻസിപ്പിളിൽ ഫയോൾ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ഫയോൾ, there should be one head to control a worker. According to Fayol, in an organization, unity of command must be followed. This principle states that in an organization, generally, or according to Fayol, there should be one head, one person to control one worker. ഇത് പറയുന്നത് എന്താ? ഒരു ജോലിക്കാരനെ കൺട്രോൾ ചെയ്യാൻ ഒരു സുപ്പീരിയർ മാത്രമേ പാടുള്ളൂ എന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോർഡിൽ എഴുതിയ കാര്യം നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. This principle states that each employee should receive orders from one superior only. എന്താ പറയുന്നത്? ഈ പ്രിൻസിപ്പിൾ പറഞ്ഞത് ഒരു എംപ്ലോയിക്ക് നിർബന്ധമായിട്ടും ഒരു സുപ്പീരിയർ ഓഫീസിൽ നിന്ന് മാത്രമേ കമാൻഡ് കിട്ടാൻ പാടുള്ളൂ. ഡ്യുവൽ സബോർഡിനേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ഡ്യുവൽ സബോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if an employee receives orders from 2 superiors, such a situation is called dual subordination. ഒരു വർക്കറെ കൺട്രോൾ ചെയ്യാൻ 2 ആളുണ്ടെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് ഡ്യുവൽ സബോർഡിനേഷൻ. അത് പാടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇൻ ആബ്സെൻസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്, റെസ്പോൺസിബിലിറ്റി cannot be fixed. യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റെസ്പോൺസിബിലിറ്റി കൃത്യമായി കൊടുക്കാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് മേ ഹാപ്പൻ. വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കാം. ഒരേ ജോലി തന്നെ 2ൽ കൂടുതൽ ആൾക്കാർ ചെയ്തേക്കാം. ഓവർലാപ്പിംഗ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് മേ ഹാപ്പൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ കുറെ ആൾക്കാരിൽ നിന്നും ഒരേ ഇൻസ്ട്രക്ഷൻസ് ലഭിച്ചേക്കാം. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ there should be one superior control, one subordinate. ആ ചിത്രത്തിലേക്ക് നോക്കിക്കോ. അതിലെന്താ കാണുന്നത്? മുകളിൽ ഒരു ടോപ്പ് മാനേജറെ കാണാം. അയാൾ 2 മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ 2 മിഡിൽ ലെവൽ മാനേജേഴ്സിനും കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ്. ഇനി 1ാമത്തെ മിഡിൽ ലെവൽ മാനേജർ 3 ലോവർ ലെവൽ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ താഴെ 3 ലോവർ ലെവൽ മാനേജേഴ്സിനും ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് ഒരു മിഡിൽ ലെവൽ മാനേജറിൽ നിന്ന്. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത്രയേ ഉള്ളൂ. ഇൻ ഷോർട്ട്, യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് there should be one head to control one employee or one worker. ഒരു ജീവനക്കാരനെ കൺട്രോൾ ചെയ്യാൻ ഒരു മേലധികാരി മാത്രം, ഒരു കീഴ് ജീവനക്കാരനെ കൺട്രോൾ ചെയ്യാൻ ഒരു മേലധികാരി മാത്രം എന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ക്ലിയർ ആയില്ല? ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് കേട്ട് നോക്കുക. 2 or 3 തവണ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇനി 5ാമത് യൂണിറ്റി ഡയറക്ഷൻ. 5ാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. പേര് കേൾക്കുന്ന സമയത്ത് ഏകദേശം ഒരുപോലെ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വിടാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽസ്, വെറാസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഡീൽസ് വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, ജനറലി ഇൻ ആൻ ഓർഗനൈസേഷൻ
in order to control the business activities, every organization will be classified into different departments. ആ functions of managementന്റെ ഓർഗനൈസിംഗ് എന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു കമ്പനിയിൽ കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് ഏതൊക്കെയാ? പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് എടുക്കുക. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 ആൾക്കാർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവരെന്ത് മാത്രമാണ് ചെയ്യുന്നത്? ദേ പെർഫോം ഓൺലി പർച്ചേസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഒന്നാമത്തത് പർച്ചേസ്. അപ്പൊ അതിനൊരു ഹെഡ് വേണം, അത് പർച്ചേസ് മാനേജർ ആയിരിക്കണം. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി വൺ ഹെഡ് ഫോർ വൺ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരേ ലക്ഷ്യത്തോടെയുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ് മാത്രമേ പാടുള്ളൂ എന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ കമ്പനികളിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ ഒരു മാനേജർ മാത്രമേ പാടുള്ളൂ എന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് there should be one head and one plan. There are different departments in an organization for different activities. Each group of activities having the same objective must have one head and one plan. അപ്പോൾ എന്താ പറയുന്നത്? ഒരേ ലക്ഷ്യത്തോടെയുള്ള ഒരു കൂട്ടം പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന, പെർഫോം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ എന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ക്ലിയർ ആയില്ലേ? അപ്പൊ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ് ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളെ കൺട്രോൾ ചെയ്യാൻ. ഇതാണ് 4ാമത്തെയും 5ാമത്തെയും പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. കാര്യം അങ്ങനെ പറയാനുള്ള റീസൺ ഇതാണ്. പബ്ലിക് എക്സാമിന് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് എസ്എ ഒന്നും ആയിട്ട് ചോദിച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും 2-3 പ്രിൻസിപ്പിൾസ് ചോദിക്കും, അത് ഉറപ്പാണ്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ചില സമയം ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഈ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, 3 പോയിന്റുകൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, കാരണം ഒരു 3 മാർക്കിനൊക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 3 കോളം കാണാം. ഒന്നാമത്തത് ബേസിസ് ആണ്, രണ്ടാമത്തത് യൂണിറ്റ് ഓഫ് കമാൻഡ്, മൂന്നാമത്തത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ഇനി മക്കളെ, ഏതിന്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഡിഫറൻസ് അതിന്റെ മീനിങ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിന്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബേസിസ് പോയിന്റ് ഏതാ? മീനിങ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്, മീനിങ് ഓഫ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്? യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there should be one head for one worker. Unit of direction states that there should be one plan of action and one head for a group activity having the same objective. അപ്പോൾ എന്താ? യൂണിറ്റ് ഓഫ് കമാൻഡിന്റെ മീനിങ് എഴുതുക, യൂണിറ്റ് ഓഫ് ഡയറക്ഷന്റെ മീനിങ് എഴുതുക. അപ്പോൾ യൂണിറ്റ് ഓഫ് കമാൻഡ് കണ്ടാൽ എന്താ കാണുന്നത്? എ സബോർഡിനേറ്റ് മസ്റ്റ് ഹാവ് വൺ സുപ്പീരിയർ ആൻഡ് റിസീവ് ഓർഡേഴ്സ് ഓൺലി ഫ്രം ഹിം. whereas unit of direction states that each department having the same objective must have one head and one plan. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞ കാര്യം. രണ്ടാമത്തത് കൺസേൺഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് വിത്ത്. ഇത് ഞാൻ പറഞ്ഞതാണ്, കൺസേൺഡ് വിത്ത്, ഡീൽസ് വിത്ത്. യൂണിറ്റി ഓഫ് കമാൻഡ് കൺസേൺഡ് വിത്ത് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. whereas യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൺസേൺഡ് വിത്ത് ദ ഫംഗ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഡീൽസ് വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽസ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഡീൽസ് വിത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഫംഗ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കോ, ബേസിസ് എയിം, objective or aim of unity of command and aim of unity of direction. The aim of unity of command is to prevent dual subordination. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡിന്റെ എയിം എന്ന് പറയുന്നത്? ടു പ്രിവെന്റ് ഡ്യുവൽ സബോർഡിനേഷൻ ആണ്. ഡ്യുവൽ സബോർഡിനേഷൻ ഈസ് എ സിറ്റുവേഷൻ വേർ an employee is controlled by 2 or more superiors. അതാണ് ഡ്യുവൽ സബോർഡിനേഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡിന്റെ എയിം എന്ന് പറയുന്നത് ഡ്യുവൽ സബോർഡിനേഷൻ ഒഴിവാക്കുക എന്നതാണ്. പക്ഷേ യൂണിറ്റി ഓഫ് ഡയറക്ഷന്റെ എയിം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. പ്രവർത്തനങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നത്, ഒരേ ജോലി തന്നെ വ്യത്യസ്ത ആൾക്കാരൊക്കെ ചെയ്യുന്നത്, അതാണ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദ എയിം ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഈസ് ടു പ്രിവെന്റ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇത്ര കാര്യമാണ് 3 ഡിഫറൻസ്
ആ ബേസ് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. മീനിങ് കൺസേൺഡ് വിത്ത് ദാറ്റ് ഈസ് ഡീൽസ് വിത്ത് എയിം. അപ്പോൾ എൻ്റെ 6ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ 15 മിനിറ്റ് വെച്ച് ക്ലാസ് എടുക്കുന്ന റീസൺ ഇതാണ്. അരമണിക്കൂർ ക്ലാസ് മിക്കവാറും കുട്ടികൾ കാണുന്നില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് 15 മിനിറ്റ് വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ പഠിച്ചേ? 4ാമത്തെയും 5ാമത്തെയും പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. Unity of command states that there should be one head to control one worker. Unity of direction means there should be one manager for one department. Okay? അപ്പോൾ വീഡിയോ 2-3 തവണ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപക ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.